നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ നഷ്ടപ്പെട്ട കോട്ടകൾ തിരികെ പിടിക്കാനുള്ള ഊർജിത ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ബി.ജെ.പി. ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഹരിയാന, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് ഈ വർഷം അവസാനത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ബി.ജെ.പി. ആരംഭിച്ചിട്ടുമുണ്ട്. മുതിർന്ന കേന്ദ്രമന്ത്രിമാരെയും എം.പിമാരെയും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഭാരിമാരായി പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം. നിയമസഭകളിലേക്ക് വിജയം ഉറപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇതിനോടകം തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷം അവസാനത്തോടുകൂടി, അതായത് ഒക്ടോബർ മാസത്തിലാണ് ഈ ജമ്മു കാശ്മീർ, ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി.ജെ.പി. എൻ.ഡി.എ സർക്കാരുകളാണ് നിലവിലുള്ളത് എന്ന് നമുക്കറിയാം. ജാർഖണ്ഡിൽ JMM കോൺഗ്രസ് സഖ്യത്തിലുള്ള സർക്കാരാണ് ഉള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് പ്രഭാരിയും ത്രിപുര മുൻ മുഖ്യമന്ത്രിയും ലോക്സഭാ എം.പിയുമായ ബിപ്ലവ് കുമാർ ദേബിന് സഹപ്രഭാരി ചുമതലയും നിലവിൽ നൽകിയിട്ടുണ്ട്. കേന്ദ്ര കൃഷിമന്ത്രിയും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാനാണ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പ്രഭാരി. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇവിടെ സഹപ്രഭാരിയായി പ്രവർത്തിക്കാനൊരുങ്ങുന്നത്. ജമ്മു കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല കേന്ദ്രത്തിലെ കൽക്കരി ഖനി വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡിക്കാണ് നൽകിയിട്ടുള്ളത്. നിരവധി വർഷങ്ങളായി രാഷ്ട്രപതി ഭരണത്തിൽ കഴിയുന്ന ജമ്മു കാശ്മീരിൽ 10 വർഷത്തിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം PDP BJP സഖ്യ സർക്കാർ ജമ്മു കാശ്മീരിൽ അധികാരത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കേന്ദ്രമന്ത്രിമാരെയും എം.പിമാരെയും ഒക്കെയാണ് പരിഗണിക്കുന്നതെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ കുറച്ചുകൂടി പുറത്തു നിന്നുള്ള ആളുകളുടെ തള്ളിക്കയറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇത്തവണയും അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അണിയറയിലുള്ളത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകുലുവാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിൽ നിന്നും അതിന്റെ മുഖ്യ ചുമതലകളിൽ നിന്നുമൊക്കെ സുനിൽ കനകുലുവിനെ വിട്ടു നിൽക്കാൻ കോൺഗ്രസ് അനുവദിച്ചത്. എന്തായാലും ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും വീണ്ടും നേർക്കുനേർ വരികയാണ്. ഈ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും പുതിയ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പുകൾ കൂടിയായിരിക്കും ഇത്. ഇതിനോടകം തന്നെ മഹാരാഷ്ട്രയിലും മറ്റും RSSന്റെ ഭാഗത്തു നിന്നും സജീവമായ ഇടപെടലുകളും നീക്കങ്ങളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രിമാർക്കും അതിനോടൊപ്പം തന്നെ മറ്റ് MP മാർക്കുമായി ചുമതല കേന്ദ്ര നേതൃത്വം വീതിച്ച് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.